സത്താവായ തമ്പുരാനെ മനുഷ്യലോകം മറന്നുകൊണ്ടിരിക്കുമ്പോൾ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ആസ്തികത്തിലേക്ക്, അല്ലാഹുവിന്റെ പരമാധികാരത്തിലേക്ക്, അല്ലാഹുവിന്റെ അടിമത്തത്തിലേക്ക് മനുഷ്യലോകത്തെ ക്ഷണിക്കുന്ന ഭജനത്തെക്കാൾ വലിയ വിപ്ലവത്തിന്റെ ഭജനമേടാണെന്ന് റബ്ബ് ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല വഅമില സ്വാലിഹാ, സൽക്കർമ്മം ചെയ്ത് ജീവിക്കുന്ന, ആദർശത്തോടെ ജീവിക്കുന്ന, എന്താണോ അല്ലാഹുവിന്റെ ദീനത്തിന് വിധേയമായി ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കാൾ വലിയ വിപ്ലവമേടാണ്. വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ് ഫഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ്. ഞാനൊരു മലപ്പുറത്തിന്റെ മണ്ണിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രസ്ഥാനങ്ങളെ സംഭാവന ചെയ്ത നാടാണ്, ഒരുപാട് പ്രസ്ഥാനങ്ങളെ വളർത്തിയ നാടാണ്, ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുത്ത നാടാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് പരസ്പരം സംഘർഷത്തിലാണ്, പരസ്പരം അനൈക്യത്തിലാണ്, പരസ്പരം വിഭാഗികതയിലാണ്. പ്രസ്ഥാനത്തിന്റെ ലേബൽ നോക്കി സലാം പറയുന്ന, പ്രസ്ഥാനത്തിന്റെ ലേബൽ നോക്കി കല്യാണം വിളിക്കുന്ന, പ്രസ്ഥാനത്തിന്റെ ലേബൽ നോക്കി മയ്യത്ത് നമസ്കരിക്കുന്ന, പ്രസ്ഥാനത്തിന്റെ ലേബൽ നോക്കി അഭിവാദ്യം ചെയ്യുന്ന, പ്രസ്ഥാനത്തിന്റെ ലേബൽ നോക്കി അയൽപക്ക ബന്ധം പുലർത്തുന്ന ഒരപകടത്തിലേക്ക് വഴിമാറിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ശാഖാപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആദർശ സമൂഹം ഐക്യപ്പെടാൻ പറ്റുമോ? ഇസ്ലാം വിശാലമായ വ്യവസ്ഥയാണ്, 14 നൂറ്റാണ്ട് മുതൽ മനുഷ്യലോകം അനുവർത്തിച്ചു പോരുന്ന വ്യവസ്ഥയാണ്. സഹാബത്ത് കാണിച്ചു തന്ന മതമാണ്, അത് താബിഈങ്ങൾ കാണിച്ചു തന്ന വ്യവസ്ഥയാണ്, തബഈ താബിഈങ്ങൾ കാണിച്ചു തന്ന വ്യവസ്ഥയാണ്. ഇസ്ലാം ചലനാത്മകമാണ്, മനുഷ്യലോകത്തിന്റെ നിർവഹണത്തിലൂടെ ജീവിക്കുന്ന മതമാ, മനുഷ്യലോകം അനുവർത്തിക്കുന്ന മതമാണ്. അതിലേറ്റിലൊടുങ്ങുന്ന മതമല്ല, അത് നാട്ടിൽ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്ന വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സഹജമായ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടാം. ശാഖാപരമായ കാര്യത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പോലുമുണ്ട്. അടിസ്ഥാന കാര്യത്തിൽ ഭിന്നതയുണ്ടോ? അല്ലാഹുവിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, പ്രവാചകന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, പരിശുദ്ധമായ ഖുർആന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, തിരുസുന്നത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഖിബലയെന്ന കഅബയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, പരലോകത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, 5 നേരത്തെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഹജ്ജിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, നോമ്പനുഷ്ഠിക്കേണ്ടത് റമദാനിലാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, അത് മിനസ്സബാഹി ഇലൽ ഖുറൂബ്, അത് സുബഹി മുതൽ മഗ്രിബ് വരെയാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ മുസ്ലിം സമൂഹത്തിന് പ്രവാചകൻ പഠിപ്പിച്ച മൗലികമായ വിശ്വാസത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, മൗലികമായ കർമ്മങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ല, അടിസ്ഥാന പ്രശ്നങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഒരു ഇസ്ലാമിക പ്രവർത്തകൻ എന്ന നിലയിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ നമ്മയെല്ലാം വിചാരണ ചെയ്യുന്ന റബ്ബിനെ സാക്ഷി നിർത്തി പറയുന്നു, അല്ലാഹു തന്ന പണമുണ്ടല്ലോ, അല്ലാഹു തന്ന സമയമുണ്ടല്ലോ, അല്ലാഹു തന്ന സൗകര്യമുണ്ടല്ലോ, അല്ലാഹു തന്ന നിഅമത്തുകളുണ്ടല്ലോ, അല്ലാഹു തന്ന സംസാര ശേഷിയുണ്ടല്ലോ, അല്ലാഹു തന്ന സംഘാടന ശേഷിയുണ്ടല്ലോ, അല്ലാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നാളെ റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഇന്ന് നാം നടത്തുന്ന അനാവശ്യമായ വിമർശനങ്ങളുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടി പറയുന്നു, അടിസ്ഥാനപരമായ കാര്യത്തിലല്ല, ശാഖാപരമായ കാര്യത്തിലാണ് ഞാനതിനെ ലാഘവത്തോടെ കാണുന്നതല്ല. പക്ഷെ അതിന്റെ പേരിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, അതിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെന്ന് ഓർക്കണം, ഈ മലപ്പുറം ജില്ലയിൽ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഒരേ പ്രസ്ഥാനത്തിന്റെ 2 വിഭാഗത്തിന്റെ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിറങ്ങുന്നവൻ ആക്രമിക്കപ്പെടുകയാണ്, ഒരു പള്ളിയിൽ സുബഹി നമസ്കരിച്ച് ഖുനൂത്ത് മടങ്ങുന്നവർ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ പ്രസ്ഥാനത്തിന്റെ ലേബൽ വെച്ചുകൊണ്ട് അവർക്കിടയിൽ മറ്റ് ഭിന്നതയൊന്നുമില്ല. എന്തിനു വേണ്ടിയാണ് സഹോദരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതെന്താണ്? വിശ്വാസികൾ തമ്മിലടിച്ചാൽ, അങ്ങനെ കൊല്ലപ്പെട്ടാൽ അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ,
കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. പ്രവാചക പൂങ്കവനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കൊന്നവന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, വമൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവനെന്ത് തെറ്റ് ചെയ്ത് പ്രവാചകനെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, വിശ്വാസികൾ മുഖാമുഖം തമ്മിലടിച്ചാൽ രണ്ടുപേർക്കും പരസ്പരം കൊല്ലണമെന്ന് താല്പര്യമുണ്ട്. ഒരാൾ മറ്റൊരാളെ കൊന്നുവെന്ന് മാത്രമാണ്. ആ കൊല്ലപ്പെട്ടവൻ രക്തസാക്ഷിയല്ല. പ്രവാചകനാണ് പഠിപ്പിക്കുന്നത്, അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. എന്തിനാണ് സമുദായം വെട്ടിനുറുക്കുന്നത്? ലോകം മുഴുവൻ ഇസ്ലാമിനെതിരെ കുതിര കയറുകയാണ്. രാജ്യത്തും അപകടകരമായ സ്ഥിതിവിശേഷമാണ്. നമുക്ക് ബോധ്യമുണ്ടല്ലോ, ഉത്തരേന്ത്യയിൽ ഒരു സമുദായത്തെ വെട്ടിനുറുക്കുകയാണ്, വെട്ടിനുറുക്കാൻ സംഘാടനം നടത്തുകയാണ്. ആ കൊലവിളി വിളിക്കുന്നവർ രാജ്യം ഭരിക്കാൻ മത്സരിക്കുകയാണ്. അങ്ങനെ അപകടകരമായ നീക്കം നടക്കുമ്പോൾ ഒരുപോലെ നമസ്കരിക്കുന്ന സമുദായമുണ്ടല്ലോ, ഒരുപോലെ വിശ്വാസം പുലർത്തുന്ന സമുദായമുണ്ടല്ലോ. എന്തിനാണ് തമ്മിലടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ ഇസ്ലാം നൽകുന്ന സൗഹൃദത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന്? എന്താ റബ്ബിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്? എന്താ സഹാബത്ത് കാണിച്ചു തന്നത്? ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കർമ്മ നിർവഹണത്തിന്റെ കാര്യത്തിൽ സഹാബത്തിനുള്ള അഭിപ്രായ വ്യത്യാസമില്ലേ? ഭാര്യയെ തൊട്ടാൽ ഒന്നു മുറിയുമോ? ഹനഫി മദ്ഹബിൽ ഒന്നു മുറിയുകയില്ല. അതും സഹാബത്തിന്റെ കാഴ്ചപ്പാടാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അത് പ്രവാചകൻ പഠിപ്പിച്ച മാർഗം പിന്തുടരാനുള്ള ആ സത്യസന്ധമായ താല്പര്യത്തിന്റെ ഭാഗമാണ്, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്റെ നബിതങ്ങൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യണമെന്ന ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ എവിടെയാണ് പ്രശ്നം? പ്രവാചകൻ ചെയ്യുന്നത് സഹാബത്ത് കാണുകയാണ്. 10 സഹാബത്ത് കാണുമ്പോൾ ഒരു കാര്യം രണ്ട് രീതിയിൽ മനസ്സിലാക്കൽ സ്വാഭാവികമാണ്. ആ രണ്ട് വീക്ഷണങ്ങൾ മുസ്ലിം ഉമ്മത്ത് തുടർന്നു പോരുന്നുണ്ട്. അതാണ് അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം. പ്രവാചകൻ ഒരു കാര്യം ചെയ്യുന്നു, അത് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ പ്രവാചക പൊങ്കനും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഒരു യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് മൂത്രമൊഴിക്കാൻ തോന്നിയ പ്രവാചകൻ അബൂ ഹുറൈറയോട് പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇബ്ഗിനി ബിസലാസത്തി അഹ്ജാർ, ഒരു 3 കല്ലെടുത്ത് കൊണ്ടുവരണം അബൂ ഹുറൈറ. എന്തിനു വേണ്ടിയെന്നറിയുമോ? മൂത്രവിസർജനം കഴിഞ്ഞ് ശൗചം ചെയ്യാനാണ്. അബൂ ഹുറൈറ പറയുകയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ അവിടെയെല്ലാം പരിധി നോക്കിയിട്ട് 2 കല്ലാണ് കിട്ടിയത്. 2 കല്ല് കൊണ്ടുവന്ന് പ്രവാചകന് കൊടുക്കുകയാണ്. പ്രവാചകൻ പിന്നീട് 3ാമതൊരു കല്ല് ആവശ്യപ്പെട്ടില്ല. യാത്ര കഴിഞ്ഞ് സഹാബത്തുമായി ചെല്ലുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയുകയാണ്, പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം ഞാൻ പഠിച്ചു. മൂത്രമൊഴിക്കുന്ന സമയത്ത് 3 കല്ലെടുത്ത് കൊണ്ടുവരാൻ എന്നോട് പ്രവാചകൻ ആവശ്യപ്പെട്ടു. 2 കല്ല് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ സഹാബത്ത് ചർച്ച ചെയ്യുകയാണ്, മൂത്രമൊഴിച്ചിട്ട് ശുദ്ധിയാക്കുന്നത് കല്ലുകൊണ്ടാണെങ്കിൽ എത്ര കല്ല് വേണം? ചില സഹാബത്ത് പറഞ്ഞു 2 കല്ല് മതി, ചിലര് പറഞ്ഞു 3 കല്ല് വേണം. എന്താണ് 3 ന്യായം? നബിതങ്ങൾ പറഞ്ഞത്, യാ അബൂ ഹുറൈറ ഇബ്ഗിനി ബിസലാസത്തി അഹ്ജാർ, 3 കല്ല് കൊണ്ടുവരാനാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ചിലര് പറഞ്ഞു വേണ്ട, കാരണം 2 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുത്തത്, 3ാമതൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ സഹാബത്ത് പറഞ്ഞു 1 അവിടെ കിടന്ന് കിട്ടിക്കാണും. അപ്പൊ മറ്റോര് പറഞ്ഞു അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ നബിതങ്ങള് 3 ആവശ്യപ്പെടുമോ? ഇത് സ്വാഭാവികമായ തർക്കമാണ്. അതുകൊണ്ട് തന്നെ മൂത്രമൊഴിച്ച് കല്ലുകൊണ്ട് ശൗചം ചെയ്യുന്നുവെങ്കിൽ എത്ര കല്ല് വേണമെന്ന കാര്യത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ മൂത്രമൊഴിച്ച് വെള്ളമില്ലെങ്കിൽ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് ശാഖാപരം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ശാഖാപരമുണ്ട്. അത് സ്വാഭാവികമാണ്. കോടിക്കണക്കിന് മനുഷ്യലോകം അനുഷ്ഠിച്ചു പോരുന്ന വ്യവസ്ഥയാണ്. അത് പ്രമാണങ്ങൾ നൽകുന്ന സാധ്യതകളാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം ഒരുപാട് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നതിന്റെ ന്യായം
ന്യായമെന്താ? വെട്ടുനുറുക്കുന്നതിന്റെ ന്യായമെന്താ? എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. നാളെ റബ്ബിന്റെ കോടതിയിൽ എന്താണ് സമാധാനം പറയുക? പണം കൊടുക്കുന്നുണ്ടല്ലോ. ആരാണ് പണം കൊടുക്കുന്നത്? സദഖയുടെ കൂലി കാംക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്ന പണമല്ലേ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് പോലെ എത്രത്തോളം വലിയ ഭദ്രമായ സമൂഹം വേണോ ആ ഒരു ഭദ്രത കാത്തു സൂക്ഷിക്കണം. സംഘടനകൾ ഏതുമാകട്ടെ, എല്ലാ സംഘടനകളും ഒന്നാകണമെന്ന് പറയുന്നില്ല. സംഘടനകൾ ഏതുമാകട്ടെ, പരസ്പരം സൗഹൃദം കാത്തു സൂക്ഷിക്കുക, ഈമാനിന്റെ ബന്ധം കാത്തു സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതെന്താ? മസലുൽ മുഅ്മിനീന ഫീ തവാദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലിൽ ജസദി. പ്രവാചകൻ പറയുകയാണ്, വിശ്വാസികളുടെ ആത്മബന്ധത്തിന്റെ ഉപമയറിയുമോ? അവരുടെ വിനയത്തിന്റെ കാര്യത്തിൽ, അനുഭാവത്തിന്റെ കാര്യത്തിൽ, അവർക്കിടയിലുള്ള കാരുണ്യത്തിന്റെ കാര്യത്തിൽ കമസലിൽ ജസദി, ഒരു ശരീരം പോലെയാ. ഏതെങ്കിലും ഒരു അവയവത്തിന് പനി ബാധിച്ചാൽ, ഏതെങ്കിലും ഒരു അവയവത്തിന് മുറിവ് സംഭവിച്ചാൽ, ആ അവയവം മാത്രമല്ല അതിന്റെ ദുരന്തം പേറുന്നത്, ആ ശരീരം മുഴുവനും പരിപാലിക്കുന്നത് പോലെ ഒരു വിശ്വാസിയുടെ വേദനയുണ്ടല്ലോ, ഒരു വിശ്വാസിയുടെ പ്രയാസമുണ്ടല്ലോ, അത് അവന്റെ പ്രയാസം പോലെ അനുഭവപ്പെടുമെന്ന്, അതാണ് ഈമാനിന്റെ ഉദാഹരണമെന്ന് മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയാണ് മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്. ഈ നാട്ടിൽ ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ആരോഗ്യപരമായ ചർച്ചകൾ നടക്കട്ടെ. എന്തിനാണ് കൊലവിളി നടത്തുന്നത്? എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? എല്ലാവരും ഇസ്ലാമിക പ്രവർത്തനം നടത്തട്ടെ. കണ്ടാൽ സലാം ചൊല്ലേണ്ട ന്യായമുണ്ട്, പരസ്പരം പരിഗണിക്കേണ്ട ന്യായമുണ്ട്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ആ ന്യായമാണ് വെച്ച് പുലർത്തേണ്ടത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആളാണ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയുന്നു, മതം നിരാകരിക്കാൻ പറയാത്ത ഏത് പ്രവർത്തനവും നടത്തിക്കോ, ഏത് പ്രസ്ഥാനത്തിലും പ്രവർത്തിച്ചോ. പക്ഷേ വനമിനൽ മുസ്ലിമീൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ ഫഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണല്ലോ. അതെ, ഞങ്ങൾ ഇവിടെ മുസ്ലിങ്ങളാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അതല്ല പഠിപ്പിക്കുന്നത്. സഹാബത്തിനെ സഹപ്രവാചകൻ പഠിപ്പിച്ചതെന്താ? ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞിരുന്ന പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുന്നു, ഒരു സ്വർഗാവകാശിയെ കാണണോ? സഹാബത്ത് പറഞ്ഞു, കാണണം യാ റസൂലല്ലാഹ്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ഒരാൾ മദീന പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ട് പോകുന്നു. രണ്ടാം ദിവസവും പ്രവാചകൻ ഇതേ ചോദിക്കുന്നു. തലേ ദിവസത്തിന്റെ ആൾ വന്ന് നമസ്കരിച്ചിട്ട് പോകുന്നു. മൂന്നാമത്തെ ദിവസം ഇതേ ചോദ്യം പ്രവാചകൻ ആവർത്തിച്ചപ്പോ ആ മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് പോകുന്നതിന്റെ പിന്നാലെ മഹാനായ അലിയെ പിന്തുടരുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഔപചാരികമായി സലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം തിരക്കി അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം പോരുന്ന സമയത്ത് അലി ചോദിക്കുന്നു, സഹോദരാ, താങ്കളുടെ ജീവിതത്തിൽ പ്രത്യേകമായി അനുഷ്ഠിക്കുന്ന കർമ്മം എന്താണ്? ഞാൻ ഒരു ദിവസം താങ്കളോടൊപ്പം താമസിച്ചത് താങ്കളെ ഒന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. താങ്കൾ സ്വർഗാവകാശി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾ പ്രത്യേകമായി ചെയ്യുന്ന അമലെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയുന്നു, എനിക്കറിയില്ല, പ്രത്യേകമായൊരു അമൽ ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എനിക്കൊരു മാനസികാവസ്ഥയുണ്ട്. എന്താണ് എന്റെ മാനസികാവസ്ഥ എന്നറിയുമോ? ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ഒരു പ്രയാസം കേട്ടാൽ, ഏതെങ്കിലും ഒരു സഹോദരന്റെ ബുദ്ധിമുട്ട് കേട്ടാൽ അതെന്റെ പ്രയാസം പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഏതെങ്കിലും ഒരാളുടെ സന്തോഷം കേട്ടാൽ അതെന്റെ സന്തോഷം പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അലി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ കാരണമാണ് അയാളെ സ്വർഗാവകാശിയാക്കിയത്. അതേ അലിയേ. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഒരു ശരീരം പോലെയാണ് മുഅ്മിൻ എന്ന് പഠിപ്പിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സലാഹ് എന്ന ബാങ്കിന്റെ മണിനാദം കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നവർ എന്താ കണ്ടാൽ മിണ്ടാത്തത്? എന്താണ് സഹോദരൻ മറന്നു പോകുന്നത്?
പോകുന്നത്? എന്താണ് ഖുർആൻ കൽപ്പന മറന്നു പോകുന്നത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെന്ന് പറയുന്നവരെ, ഇസ്ലാമിക സംഘാടനം നടത്തുന്നവരെ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, അല്ലാഹുവിനെ വേണ്ടതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ ജീവിച്ച് മരിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു ചേർത്ത് പറയുകയാണ്, ഫഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീആ, അല്ലാഹുവിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. ഫലാ തഫറഖൂ, നിങ്ങൾ ഭിന്ന ഭിന്നമാകരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ വകുന്തും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. അല്ലാഹു പറയുകയാണ്, ഏ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅ, നിങ്ങൾ ശത്രുക്കളായിരുന്നൊരു കാലമുണ്ട്. നിങ്ങളെ സ്നേഹത്തിലാക്കിയ റബ്ബിന്റെ നിഅമത്തുണ്ടല്ലോ. നിങ്ങൾ ഗോത്രവാദത്തിന്റെ ആളുകളായിരുന്നു, കുടുംബമഹത്വം പറഞ്ഞ് തമ്മിലടിച്ച ആളുകളായിരുന്നു. പക്ഷേ നിങ്ങളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് കാരുണ്യം നൽകി നിങ്ങളെ ഒന്നാക്കി മാറ്റിയ റബ്ബിന്റെ നിഅമത്തുണ്ടല്ലോ. ആ നിഅമത്ത് നിങ്ങൾ മറക്കാതിരിക്കുക. ഫഅൻഖദകും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ ഓരത്ത് പാർത്തിരുന്നവരാണ്. ഫഅൻഖദകും മിൻഹാ, ആ നരകത്തിൽ നിന്നും സ്നേഹബന്ധം കൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയവനാണ് ഞാൻ എന്നുടമസ്ഥനായ റബ്ബ് പറയുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. ഔസ് ഹസ്റജിന്റെ തമ്മിലടിയുണ്ട്, പിന്നീടുണ്ടായ ഐക്യബോധമുണ്ട്, പിന്നീട് ഇടപെട്ടുകൊണ്ട് ജൂതന്മാരിടപെട്ടുകൊണ്ട് നടത്തിയ ചില സംഘർഷത്തിന്റെ കാരണങ്ങളുണ്ട്. പക്ഷെ വിശ്വാസിയോട് റബ്ബിന്റെ ആഹ്വാനമാണ്. ആർക്കാണ് സഹോദരാ? ആരോടാണ് റബ്ബ് പറയുന്നത്? ആരാണിത് സ്വീകരിക്കേണ്ടത്? ഇന്ന് സൗഹാർദ്ദം പറയുന്നവരുണ്ടോ? മതസൗഹാർദ്ദം പറയുന്നവരുണ്ട്. ഉമ്മത്തിന്റെ സാഹോദര്യം പറയുന്നുണ്ടോ? ഉമ്മത്തിന്റെ ഐക്യം പറയുന്നുണ്ടോ? എവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അലൈക്കും ബിൽ ജമാഅ ഫമൻ ശദ്ദ ശുദ്ദ ഫിന്നാർ, നിങ്ങൾ സംഘബോധം കാത്തു സൂക്ഷിക്കണം. ഒറ്റപ്പെട്ടു പോയാൽ നരകത്തിലേക്ക് ഒറ്റപ്പെടലാണ്. ഇതെല്ലാം പഠിപ്പിച്ച നബിതങ്ങള് എത്രയോ കാരണങ്ങൾ പഠിപ്പിച്ചു. ബന്ധം നിലനിൽക്കാൻ ന്യായങ്ങൾ പഠിപ്പിച്ചു. എന്തെല്ലാം നബിതങ്ങൾ പറഞ്ഞു. ഇന്ന് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു പ്രസ്ഥാനത്തെ മറ്റുള്ളവർ തേജോപനം ചെയ്യുന്നു, മറുഭാഗത്തിന്റെ നേതാക്കന്മാരെ തേജോപനം ചെയ്യുന്നു. എന്തായിരുന്നു ജാഹിലിയത്തിന്റെ അറബികൾ ചെയ്തുകൊണ്ടിരുന്നത്? അതാണിന്ന് മതത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, പ്രവാചകന്റെ പേരിൽ, ഖുർആന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരോഗ്യപരമായ ചോദ്യമാണ് ചോദിച്ചത്, അനാവശ്യ വിമർശനമല്ല. ഒരുപാട് ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ഇതൊന്നും ഐക്യത്തെ കുറിച്ച് പറയുന്നില്ല. സമുദായം തമ്മിലടിച്ച് നശിക്കുകയാണ്. അതുകൊണ്ട് പാടില്ല. ഐക്യത്തിന്റെ കാഹളം മുഴക്കണം. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ പേരിൽ തേജോവധം പാടില്ല. അതോടൊപ്പം എല്ലാ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കട്ടെ. അത് സമുദായത്തെ ആക്ഷേപിക്കാനല്ല, സമുദായത്തെ തേജോവധം ചെയ്യാനല്ല. അതിനു വേണ്ടി കൊടുക്കുന്ന പണത്തിന്റെ കണക്കെന്ത് റബ്ബിന്റെ അടുക്കൽ പറയും. അതുകൊണ്ട് മടങ്ങുക മതത്തിന്റെ സൗഹാർദ്ദതയിലേക്ക്, പ്രവാചകൻ പഠിപ്പിച്ച സ്നേഹബന്ധത്തിലേക്ക്, പ്രവാചകൻ പഠിപ്പിച്ച നീതിയുടെ വീക്ഷണത്തിലേക്ക്. അത് മാത്രമല്ല, ഞാനൊരു മുസ്ലിമാണല്ലോ. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന വചനങ്ങളും. വസാബിഹാ ഇബ്രാഹിം ബനീ വയഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം ബനീഹി വയഖൂബ്, മഹാനായ ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തന്റെ പൊന്നുമക്കളോട് വസിയത്ത് ചെയ്യുകയാണ്. ഇത് ഖുർആൻ റബ്ബ് പഠിപ്പിക്കുകയാണ്. യാ ബനിയ, എന്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ,
അല്ലാഹു നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിനെ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ജീവിച്ച് മരിക്കല്ലേ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടെന്ന് ജീവിച്ച് മരിക്കണം. അത് മാത്രമാണോ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വൈദി യർഫഉ ഇബ്രാഹിം വൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ജഅൽനാ മുസ്ലിമൈൻ ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമാ. കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തുന്ന അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹൂർത്തത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് റബ്ബന ജഅൽനാ മുസ്ലിമൈൻ ലക. പടച്ചവനെ ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കണേ അല്ലാ. അത് മാത്രമല്ല, മഹാനായ യൂസുഫ് നബിയുടെ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താ യൂസുഫ് നബി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, പടച്ചവനെ എന്റെ പിതാവായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ നിന്നും സഹോദരന്മാരുടെ അസൂയ പൂണ്ട് അവസാനം അകറ്റപ്പെട്ട് ഈജിപ്തിന്റെ വനാന്തരത്തിന്റെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് യാത്രാസംഘം ദാഹജലം ശേഖരിച്ച തൊട്ടിക്കലിലൂടെ എന്നെ നീ ഈജിപ്തിന്റെ മാർക്കറ്റിലെത്തിച്ച് അവിടെ നിന്നും അസീസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തിച്ച് ആ കൊട്ടാരത്തിൽ നിന്നും ജയിലിലേക്ക് പറഞ്ഞയച്ച് അവസാനം ഈജിപ്തിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി അവസാനം അതിന്റെ പരമാധികാരിയാക്കി. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, ഈജിപ്ത് എന്ന ലോകത്തിന്റെ ധാന്യശേഖര രാഷ്ട്രത്തിന്റെ അധിപനാക്കി എന്നെ നീ മാറ്റി നാഥാ. വഅല്ലംതനീ മിൻ തഅ്വീൽ ഹദീസ്, പാതിരാവിന്റെ കൂരിരിൽ ലോകത്തെവിടെയും കിടന്നുറങ്ങുന്നവൻ കാണുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഒരു തെറ്റുമില്ലാതെ പറഞ്ഞു കൊടുക്കാനുള്ള സ്വപ്ന വ്യാഖ്യാന പാണ്ഡിത്യം എനിക്ക് നീ നൽകി നാഥാ. ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സംവിധായകനായ റബ്ബേ അന്ത വലി ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും എന്റെ സംരക്ഷകൻ നീയാണ്, എന്റെ പ്രിയപ്പെട്ടവൻ നീയാണ്, എന്റെ അഭയകേന്ദ്രം നീയാണ്, എന്നെ ഇഷ്ടപ്പെടുന്നവൻ നീയാണ്. അവസാനം എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്നെ നഷ്ടപ്പെട്ട പിതാവിനെ വീണ്ടെടുത്ത് നൽകിയ റബ്ബേ, എന്റെ സഹോദരങ്ങൾ എനിക്ക് വീണ്ടെടുത്ത് നൽകിയ നാഥാ, ഇനി എനിക്ക് നിന്നോട് അധികാരം നിലനിർത്താൻ അപേക്ഷിക്കാനില്ല. എനിക്കൊരു കാര്യം മാത്രമാണ് നിന്നോട് പറയാനുള്ളത്. തവഫനി മുസ്ലിമാ, എന്നൊരു മുസ്ലിമാക്കി നീ മരിപ്പിക്കണേ അല്ലാ. വൽഹിഖ്നി ബിസ്സാലിഹീൻ, പൂർവപ്രവാചകന്മാരായ മഹത്തുക്കളോടൊപ്പം പരലോകത്ത് എന്നെ നീ ചേർക്കണേ നാദാ. മുസ്ലിം, ഒരു മുസ്ലിമാണ്. പ്രസ്ഥാനങ്ങൾ ഏതുമാകട്ടെ, ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും പരലോകം നഷ്ടപ്പെടുന്ന, ഈമാൻ ചോർന്നു പോകുന്ന ഒരു അനൈക്യം, ഒരു പരസ്പരമുള്ള പക, വിദ്വേഷം നമുക്ക് എന്തിനാ? മലപ്പുറം ജില്ല മാത്രം വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ വിലയിരുത്തണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോടാ പറയുന്നത്. നബിതങ്ങൾ പറഞ്ഞ് നമ്മളാ നോക്കേണ്ടത്. ഇവിടെ കൊച്ചു കൊച്ചു കാര്യത്തിൽ ഞാൻ കൊച്ചു കൊച്ചു കാര്യം എന്ന് പറഞ്ഞ് ചിലർ ചോദിക്കും, അടക്കങ്ങ് കൊച്ചു കാര്യമാണോ മൗലവി സാഹിബ് എന്ന്. ഞാൻ പറയുന്നത് അതിനേക്കാൾ വലുതാണ് ഐക്യം എന്നാണ് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ അല്ലെ, ഹാറൂൻ നബിയുടെ മുന്നിൽ വെച്ച് പശുക്കുട്ടി ആരാധിച്ച ജനവിഭാഗത്തെ കുറിച്ച് ചോദിച്ച് ദേഷ്യം വന്ന മൂസാ നബി ഹാറൂൻ നബിയുടെ താടിക്ക് പിടിച്ചപ്പോ ഹാറൂൻ നബി പറഞ്ഞത്, ഇവരിങ്ങനെ അനൈക്യം വന്നു പോകും, ഐക്യം തകരും എന്നതുകൊണ്ട് ഞാൻ അതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ ഐക്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നതാ.
ഇതും ഇനി സംവാദത്തിന് വിഷയമാക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ വിഷയമാക്കലൊന്നും ആയിട്ടുമല്ല. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, വിശ്വാസികൾ സഹോദരങ്ങളാ. സംഘടനാ മാനദണ്ഡം വെച്ചുകൊണ്ടല്ല കാര്യങ്ങളെ കാണേണ്ടത്. എല്ലാ സഹോദരങ്ങളും ഒരു നിലവാരത്തിലേക്ക് എത്തണമെന്നത് നമ്മുടെ ആഗ്രഹമാണ്. അത് സാധ്യമല്ല. ഏത് കാലഘട്ടത്തിലും, പ്രവാചക കാലഘട്ടത്തിൽ പോലും വിശ്വാസപരമായി കർമ്മരംഗത്തെല്ലാം ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ആക്ഷേപിക്കലല്ല വേണ്ടത്, അതിന്റെ പേരിൽ നിന്ദിക്കലല്ല വേണ്ടത്, അതിന്റെ പേരിൽ പരിഹസിക്കലല്ല വേണ്ടത്, അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുമല്ല വേണ്ടത്. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും സഹോദര എന്ന് വിളിച്ച് RSSകാരനെ സ്റ്റേജിലിരുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര എന്ന് പറയുമ്പോഴും ആദർശ സഹോദരനെ കുറിച്ച് അപകടകരമായ പരാമർശം നടത്തുന്ന മടനുണ്ണയുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. അല്ലാഹു ഖൈറിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുസ്ലിം ഉമ്മത്ത് മതാധിഷ്ഠിതമായ ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കണം. ഞാനിവിടെ പരാമർശിച്ച വിഷയങ്ങൾ അല്ലാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഒന്നുകൂടി പറയുന്നു, മതപ്രഭാഷണങ്ങൾക്കൊന്നും ക്ഷാമമുള്ള കാലമല്ല. മതപ്രഭാഷണത്തിന് പോലും താല്പര്യങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുന്നു. മൗലികമായ വിഷയങ്ങൾ മുസ്ലിം ഉമ്മത്ത് ചർച്ച ചെയ്യണം, നമ്മൾ പഠിക്കണം. ഇവിടെ പരലോകത്തിന്റെ കാര്യം കൂടിയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റഹ്മാനായ നാദാ, കരുണക്കടലായ തമ്പുരാനെ, ഗഫൂറും ഗഫാറുമായ നാദാ, സാധുക്കളായ ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ മഹത്തായ പേരുകൾ കൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, പടച്ചവനെ ഞങ്ങളുടെ കുറവുകൾ നീ മാപ്പ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ, പടച്ചവനെ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. നിന്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ റബ്ബേ. ഒരിക്കലും ഞങ്ങളെ നീ ഉപേക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, മക്കൾ, വേണ്ടപ്പെട്ടവർ, ഗുരുനാഥന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മുഅ്മിനീങ്ങൾ, സഹായികൾ, ഗുണകാംക്ഷികൾ, ദീനിന്റെ സഹായികൾ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ശർറ് തടയണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഈമാന്റെ മാധുര്യം നൽകണേ അല്ലാ. പടച്ചവനെ നീ നൽകിയ എല്ലാറ്റിലും ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ എല്ലാ നിഅമത്തുകളും നിലനിർത്തണേ അല്ലാ. ദീനിന്റെ ദഅവത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ദീനുള്ള ജീവിതം നൽകണേ നാഥാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഉപകാരികളാക്കണേ അല്ലാ. ദീനിന്റെ ദാഇകളും പോരാളികളുമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം നിന്റെ മാർഗത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ. പട്ടിണി കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ജീവിത ഉപാധികൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിത ഉപാധികൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ മതം വിറ്റ് ജീവിക്കുന്ന ദുരവസ്ഥ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. നീ പരീക്ഷിക്കല്ല അല്ലാ. നീ പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ യാത്രയിൽ സഹയാത്രികനും കുടുംബത്തിന്റെ കാവലാണ് നീ ആകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ ദറജാത്ത് നീ ഉയർത്തണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം നടത്തുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ആ മാർഗത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. മുസ്ലിമാണെന്ന കാരണം കൊണ്ട് കൽത്തുറങ്കിൽ പോയവരുണ്ട്. ബഹുമാന്യനായ മഅ്ദനി, പടച്ചവനെ കേരളത്തിൽ ഒരുപാട് സഹോദരങ്ങൾ
സഹോദരങ്ങൾ UAPA കരിനിയമത്തിന് വിധേയമായി കൽത്തുറുങ്കിലാണ്. നീതിയുടെ കവാടം നീ തുറക്കണേ അല്ലാ, നീതിയുടെ കവാടം നീ തുറക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ നീ ഭീരുക്കളാക്കല്ലേ അല്ലാ, നിന്റെ ഖജനാവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാക്കണേ അല്ലാ, നിന്നെ മാത്രം ഭയപ്പെടുന്നവരാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ അറിവിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, സംഘാടനങ്ങളെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ, സാഹോദര്യം നീ ശക്തിപ്പെടുത്തണേ അല്ലാ, ശിഥിലീകരണങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. പടച്ചവനെ ലോകത്ത് നടക്കുന്ന ധർമാധിഷ്ഠിത വിപ്ലവങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ, തിന്മയുടെ അച്ചുതണ്ടിനെ നീ നിയന്ത്രിക്കണേ അല്ലാ. പടച്ചവനെ ഖൈർ നൽകണേ അല്ലാ, ഹസനത്ത് നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, യഖീൻ നൽകണേ അല്ലാ, തവക്കുൽ നൽകണേ അല്ലാ. ഞങ്ങളിൽ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മർഹമത്ത് നൽകണേ അല്ലാ. അവിടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ അവരെ ഞങ്ങളെയും നീ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. നിന്നെ കാണാനുള്ള കൺകുളിർക്ക് കാണാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارحمنا برحمة تغنينا عن رحمة من سواك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين برحمتك يا أرحم الراحمين.